ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ഹിസ്റ്ററിയിലെ 14ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ഫുൾ ചാപ്റ്ററാണ് നോക്കുന്നത്. നമുക്കറിയാം അതൊരു വലിയ ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ അത്രയൊന്നും നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ട കാര്യമില്ല, കാരണം വെയിറ്റേജ് കുറവാണ് കമ്പാരിറ്റീവ്ലി പറയുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇത്രയെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിട്ട് കേട്ടോ. മീൻസ് PYQs വെച്ചിട്ട് നോക്കിയിട്ട് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സൊക്കെ കവർ ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാനവിടെ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ മാത്രമല്ല പറയുന്നത്, മലയാളത്തിലുള്ള പദങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എഴുതാൻ സൗകര്യം ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇംഗ്ലീഷിലുള്ള സ്ലൈഡ്സ് വെച്ചിട്ടുള്ളത്. പക്ഷേ മലയാളംകാരും ഇംഗ്ലീഷുകാരും ഒക്കെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് ഇതിനകത്ത് ഒന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇങ്ങനെ പോയിൻ്റ് ഔട്ട് എഴുതി വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പറയുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മുതൽ അവസാനം വരെയും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടോ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് പ്രീ മോഡേൺ കേരള എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യമേ തന്നെ ഈ കാണുന്ന ഒരു വൺ വേർഡ് നിങ്ങൾ പഠിക്കുക. അതായത് ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരാണ് മൂഷക വംശകാവ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൂഷക വംശകാവ്യം എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതിയത് ആരാണ്? അതുലനാണ്. ഓക്കെ, മലയാളത്തിൽ നമുക്ക് അതുലൻ എന്ന് പറയാം, ഇംഗ്ലീഷിൽ അതുല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ത് ചെയ്തത് എന്താണ് മൂഷക വംശകാവ്യ എഴുതിയിട്ടുണ്ടായിരുന്നത്. വൺ വേർഡാണ്, ഓർത്തിരിക്കുക. അടുത്ത ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകേണ്ട ഒരു ടോപ്പിക്കാണ് തിണ, അയൺ തിണ എന്ന് പറയുന്നത് കേട്ടോ. കറക്റ്റ് ടോപ്പിക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് എന്താണ് ഫോംസ് ഓഫ് സബ്സിസ്റ്റൻസ് എന്നാണ്. അതിനകത്ത് തിണകളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പക്ഷേ എങ്കിലും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ഷോർട്ട് എസ്സേക്ക് ചോദിക്കുന്നതാണ്. 5 തിണകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 കുറിഞ്ചി, 2 മുല്ലൈ, 3 മരുതം, 4 പാലൈ, പിന്നെ നെയ്തൽ കൂടിയുണ്ട്. ഈ 5 പേര് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കുറിഞ്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹില്ലി ഫോറസ്റ്റ് റീജിയനാണ്, അതായത് എന്താണ് വനനിബിഡമായിട്ടുള്ള കുന്നിൻ പ്രദേശങ്ങളാണ് കുറിഞ്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുറിഞ്ചിയിൽ അവിടെ ആൾക്കാർ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വേട്ടയാടുക, പിന്നെ എന്താണ് ഭക്ഷണങ്ങൾ ശേഖരിക്കുക, ഇങ്ങനെയുള്ള പ്രധാനമായിട്ട് ഹണ്ടിങ്, അതായിരുന്നു അവരുടെ പ്രധാന ജോബ് എന്ന് പറയുന്നത്. മുല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാസ്റ്ററൽ സോണാണ്, അതായത് മലമേടുകളൊക്കെ ആയിട്ട് നിറഞ്ഞൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ കാറ്റിൽ റിയറിംഗ് ആയിരുന്നു, അതായത് കന്നുകാലി വളർത്തലായിരുന്നു മുല്ലയ്ക്കകത്ത് ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി മരുതം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത നനവുള്ള ഫലഭൂഷ്ടമായിട്ടുള്ള ഫെർട്ടൈലായിട്ടുള്ള റീജിയനാണ് മരുതം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആൾക്കാർ കൃഷിയാണ് ചെയ്യുക അല്ലേ, അപ്പോൾ നല്ല രീതിയിൽ വിളവെടുപ്പ് കിട്ടുമല്ലോ. പ്രധാനമായിട്ട് പാഡി ആയിരുന്നു കേട്ടോ അവർ കൃഷി ചെയ്തത്. പിന്നെ 4ാമത്തെ പാലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുറിഞ്ചിയുടെ പ്രത്യേകത അതൊരു ഡ്രൈ ആയിട്ടുള്ള റീജിയൻ ആയിരുന്നു, അതായത് വരണ്ട പ്രദേശമായിരുന്നു. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല അല്ലേ, ഒരു ഗുണമില്ലാത്തൊരു ലാൻഡാണ് പാലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, പ്ലണ്ടറായിരുന്നു ചെയ്തിട്ട്, അതായത് കൊള്ളയടിക്കുക, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക, അങ്ങനെയായിരുന്നു. അതായത് മറ്റുള്ള സാധനങ്ങൾ എടുക്കുക, അത്ര തന്നെയാണ്. കൊള്ളയടിക്കുകയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജോബ്. എവിടെയുള്ള ആൾക്കാരാണ് പാലൈ, കാരണം അത് ഡ്രൈ ലാൻഡാണ്, അവിടെ നിന്ന് ഒന്നും കിട്ടാനില്ല, അതുകൊണ്ടാണ്. പിന്നെ 5ാമത്തെ കുറിഞ്ചിയാണ് നെയ്തൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെയ്തലിൻ്റെ പ്രത്യേകത ഒരു കോസ്റ്റൽ സോണാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരപ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഫിഷിംഗ് ആയിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്, മീൻപിടുത്തവും അതുപോലെ തന്നെ ഉപ്പ് നിർമ്മാണമൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആ ഷോർട്ട് എസ്സേ ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എക്സ്ചേഞ്ച്. ഇത് ഷോർട്ട് എസ്സേക്ക് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ് എക്സ്ചേഞ്ചിനെ പറ്റിയിട്ട്, സംഘകാലഘട്ടത്തിലെ എക്സ്ചേഞ്ചിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ, കൈമാറ്റം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കൂടി തുറന്ന് വയ്ക്കുക. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്ക് കൂടി നിങ്ങൾ ഇത് ഞാൻ പറയുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് വരിക. എവിടെ ബേസിക്കലി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ്ചേഞ്ച്, അതായത് നമ്മുടെ എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഈ ലോക്കൽ ഏരിയാസിൽ കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചെറിയ ചെറിയ പ്രദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല പുറത്തോട്ടും, വിദേശ രാജ്യങ്ങളോട്ട്, അതായത് പുറത്തോട്ടും രാജ്യത്തിന് പുറത്തോട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സാധനങ്ങളെന്ന് പറയുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ലോക്കൽ ഏരിയാസിലും ദൂരപ്രദേശങ്ങളിലോട്ടും ഒക്കെ കടൽ മാർഗം വഴിയൊക്കെ എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് അന്ന് ഉണ്ടായിരുന്ന ഇപ്പോൾ ഇത് സംഘപോയങ്ങൾ, അതായത് സംഘം പോയംസ്, ഓക്കെ, സംഘകാലഘട്ടത്തിൽ എഴുതിയ കവിതകൾ വായിക്കുമ്പോഴാണ് ഈ എക്സ്ചേഞ്ചിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അന്ന് കൂടുതലായിട്ടും പാഡി ആയിരുന്നു അവർ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് നെല്ലായിരുന്നു കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അന്നുണ്ടായിരുന്നത് ഒരു ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. നമുക്കറിയാലോ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുമ്പോൾ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ തന്നെ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥിതിയാണല്ലോ. ഓക്കെ, അപ്പോൾ ആ ബാർട്ടർ സിസ്റ്റത്തിന് അവർ വിളിച്ച പേരാണ് നൊടുതൽ. ഞാനവിടെ കൊടുത്തിട്ടുണ്ട് നൊടുതൽ. മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ്, മലയാളത്തിൽ എഴുതുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, മലയാളം മീൻസ് മലയാളം വേർഡല്ലേ. അപ്പോൾ നൊടുതൽ എന്നായിരുന്നു അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നൊടുതൽ. ഓക്കെ, അപ്പോൾ അന്നത്തെ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. അത് സ്പെഷ്യലായിട്ട് വൺ വേർഡും ചോദിക്കാം. സംഘകാലഘട്ടത്തിലെ ബാർട്ടർ സിസ്റ്റത്തിന് അവരെന്താ പറഞ്ഞിരുന്നത്? നൊടുതൽ എന്നാണ് പറഞ്ഞിരുന്നത്, ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ അവർ ഈ കൈമാറ്റം ചെയ്യുന്ന സ്ഥലങ്ങൾ, അതായത് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൈമാറ്റം ചെയ്യുന്നു. ബാർട്ടർ സിസ്റ്റം നൊടുതൽ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? കൈമാറ്റം ചെയ്യുന്നുണ്ട്. ആ സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അങ്ങാടികളെന്ന് പറയുന്നത്. നമ്മളിന്ന് അങ്ങാടിയെന്നോ ചന്തയെന്നോ ഒക്കെ പറയാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചന്തയെന്നുള്ള ഒരു വേർഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ ഒരു വേർഡ് പറഞ്ഞത്. അപ്പോൾ എന്താക്കുക? അങ്ങാടി എന്നോ ചന്തയെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഈ ഒരു എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലങ്ങളെയാണ് അവർ അങ്ങാടി അല്ലെങ്കിൽ ചന്തകളെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ഇവർ പേടിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇവർ ചെയ്തിരുന്ന ഒരു സംഭവമാണ് സാൾട്ട്, അതായത് ഉപ്പ് നിർമ്മാണം ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പ് നിർമ്മാണം എന്ന് പറയുമ്പോൾ ഈ ഉപ്പ് നിർമ്മാണ വ്യാപാരികളാണ്, അതായത് സാൾട്ടൊക്കെ ഉണ്ടാക്കുന്ന മർച്ചൻസിനെയാണ് നമ്മൾ ഉമണർ എന്ന് പറയുന്നത്. അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഉമണർ. ഓക്കെ, ഉമണർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? സാൾട്ട് മർച്ചൻസ് ആണ്, അതായത് ഉപ്പ് വ്യാപാരികളെയാണ് ഉമണർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അവരെന്താക്കുകയും ചെയ്തിട്ടുണ്ടാവുക? ഉപ്പ് നിർമ്മിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്? പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി വിൽക്കും, അതായത് കൈമാറ്റം ചെയ്യും അല്ലേ. അതായിരിക്കും ഉമണർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഈ ഉമണേഴ്സിന്, അതായത് ഈ ആൾക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് വാരിയേഴ്സ് ഉണ്ടായിരുന്നു, അതായത് യോദ്ധാക്കളുടെ ഒരു സംഘം ഉണ്ടായിരുന്നു. അതിനെയാണ് മറവർ എന്ന് പറയുന്നത്. ഓക്കെ, യോദ്ധാക്കളുടെ സംഘം, അത് ഞാൻ എഴുതിയിട്ടുണ്ട്, മറവർ എന്നാണ് അതിനെ പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എക്സ്ചേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കൽ ഏരിയാസിൽ മാത്രമല്ല വിദൂര പ്രദേശങ്ങളിലും എക്സ്ചേഞ്ച് സാധനങ്ങൾ കൈമാറ്റം നടന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ആൻഡ് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതിനെയാണ് നൊടുതൽ എന്ന് പറയുന്നത്. പിന്നെ ഈ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സ്ഥലങ്ങളെയായിരുന്നു അങ്ങാടി അല്ലെങ്കിൽ ചന്ത എന്ന് പറയുന്നത്. പിന്നെ ഉപ്പ് വ്യാപാരികൾ ഉണ്ടായിരുന്നു, അവരെയാണ് ഉമണർ എന്ന് പറയുക. ദെൻ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, മൊത്തത്തിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു യോദ്ധാക്കളുടെ സംഘമുണ്ട്, അതാണ് മറവർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്ന ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പെരിപ്ലസ് ഓഫ് എറിട്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് പറയുന്നുണ്ട്. ഓക്കെ, പെരിപ്ലസ് ഓഫ് എറിട്രീൻ ആരാണ് എഴുതിയെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഏതോ ഒരാൾ ഏതോ ഒരു നാവിഗേറ്റർ എഴുതിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പെരിപ്ലസ് ഓഫ് എറിട്രീൻ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് പോർട്ട് സിറ്റീസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതായത് തുറമുഖ നഗരങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ പേരുകൾ നിങ്ങൾ പഠിക്കുക. എക്സ്ചേഞ്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതണം. അത് മാത്രമല്ല ആ പോർട്ട് സിറ്റീസ് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ നമുക്ക് 2 മാർക്കിനോ 1 വേർഡിനോ ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കുക. പെരിപ്ലസ് ഓഫ് എറിട്രീൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ച് പോർട്ട് സിറ്റീസിനെ പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഇവിടെ കോമയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? നോറ, ടൈൻഡിസ്, മുസിറിസ്, നെൽസൈൻഡ, ബെലീഷ്യ, ബീക്കർ എന്ന് പറയുന്ന രീതിയിലാണ്. ഇതൊക്കെ ഓരോ പോർട്ട് സിറ്റീസ് ആണ് കേട്ടോ. ആ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന പോർട്ട് സിറ്റീസ്, തുറമുഖ നഗരങ്ങളുടെ പേരാണ് ഇതൊക്കെ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യം ആ നോറയ്ക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോറ എന്നാണ് കേട്ടോ. നോറ, ടൈൻഡിസ്, മുസിറിസ്, നെൽസൈൻഡ, ബെലീഷ്യ, ബീക്കർ. ഓക്കെ, അപ്പോൾ ഇതിലൊരു 2-3 ഉണ്ടെങ്കിലും നിങ്ങൾ മിനിമം ഒന്ന് ഓർത്ത് വെച്ചേക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നോക്കൂ, അടുത്ത് വരുന്നതാണ് കീഴാർ, വേളിർ, വെന്താർ. ഇതെന്താണെന്നൊന്ന് അറിഞ്ഞിരുന്നാൽ മതി, 1 വേർഡിന് വല്ലതും ചോദിക്കാൻ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കീഴാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണ്ടർ ചീഫ്സ് ആയിരുന്നു കീഴാർ എന്ന് പറയുന്നത് കേട്ടോ. ഹണ്ടർ ചീഫ്സ് എന്നും പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഊരിൻ്റെ തലവൻ. ഊരെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കുറേ ഗ്രാമങ്ങളെ ചേർത്തല്ലേ നമ്മൾ ഊരെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഊരിൻ്റെ തലവന്മാരായിരുന്നു കീഴാർസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ മിനിമമായിട്ട് അതൊന്നും മനസ്സിലാക്കുക. അതുപോലെ തന്നെ വേളിർ ആരായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹിൽ ചീഫ്റ്റൻസ് ആയിരുന്നു കേട്ടോ. ഹിൽ ചീഫ്റ്റൻസ്, അതായത് കുന്നുകളുടെ മുഖ്യന്മാരായിരുന്നു. ആരായിരുന്നു? വേളിയർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഹിൽ ചീഫ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവർ നമ്മൾ നേരത്തെ പറഞ്ഞ കുറിഞ്ചി, മുല്ലൈ പോലുള്ള തിണകളെയൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത് ഈ വേളിയർ എന്ന് പറയുന്ന വിഭാഗമായിരുന്നു കേട്ടോ. അതുപോലെ മൂന്നാമത് വെന്താർ. വെന്താർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ചേര, ചോള, പാണ്ഡ്യാസ്. ഓക്കെ, അപ്പോൾ ആ രാജവംശത്തിൽ വരുന്ന ആ ഒരു ലീനിയേജിലുള്ള മുഖ്യന്മാരാണ് ഈ ഒരു വെന്താർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഇത്രയൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. കീഴാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊരിൻ്റെ തലവനാണ്. വെളിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിൽ ചീഫ്റ്റൻസ് ആണ്. അവർ കുറിഞ്ചിയും മുല്ലയൊക്കെ കൺട്രോൾ ചെയ്തിരുന്നു. വെന്താർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേര, ചോള, പാണ്ഡ്യാസിൻ്റെ ലീനിയേജിൽ വരുന്ന ആ വംശത്തിൽ വരുന്നവരാണ്. ഓക്കെ,
പിന്നെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കേണ്ടതാണ് ചിലപ്പതികാര മണിമേഖല. അതായത് ഇത് വൺ വേർഡിന് കണക്കാക്കിയാണ്. അതായത് നമ്മുടെ തമിഴിലെ എപ്പിക് പോയിംസ്, 2 പ്രധാനപ്പെട്ട ഇതിഹാസ കാവ്യങ്ങളാണ് ചിലപ്പതികാരവും മണിമേഖല എന്ന് പറയുന്നത്. നമുക്ക് മലയാളത്തിൽ രാമായണവും മഹാഭാരതവും നമ്മൾ പറയത്തില്ലേ എപ്പിക്സ് എന്ന്, ആ ഒരു തരത്തിൽ തന്നെയാണ് തമിഴിലെ ചിലപ്പതികാരവും മണിമേഖല കേട്ടോ. എപ്പിക് പോയംസ് ആണ്. വൺ വേർഡിന് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ടസ്റ്റ് ചോദ്യമാണ് പെരുമാൾസ് ഓഫ് മഗോദെ എന്ന് പറയുന്നത്. അപ്പോൾ പെരുമാളന്മാരെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. പെരുമാൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് മൊണാർക്കി ആയിരുന്നു, ആദ്യത്തെ രാജവാഴ്ചയായിരുന്നു പെരുമാളന്മാരുടെ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അവരുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ തലസ്ഥാനമാണ് മഹോദയപുരം അല്ലെങ്കിൽ മഗോദെ എന്ന് പറയുന്നത് കേട്ടോ. മഹോദയപുരം അല്ലെങ്കിൽ മഗോദെ, ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ മഹോദയപുരമായിരുന്നു അവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. അത് മനസ്സിലായല്ലോ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ രാജാവിനെ വിളിച്ചിരുന്ന പലതരത്തിലുള്ള പേരുകളുണ്ട്. രാജാവിനെ അവർ സൂചിപ്പിച്ചിരുന്ന പല പേരുകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കോൺമൈ, പെരുമാൾ, അല്ലെങ്കിൽ ഇനിയുണ്ട് കേട്ടോ, ചേരമന്നാർ, അങ്ങനെയൊക്കെ പറഞ്ഞ് പല പേരുകളിൽ രാജാവിനെ അറിയപ്പെട്ടു. പിന്നെ രാജാവിന് പല പ്രത്യേക തരത്തിലുള്ള വലിയ ടൈറ്റിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. രാജശേഖര, കുലശേഖര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈറ്റിൽസും കൊടുത്തിട്ടുണ്ടായിരുന്നു രാജാക്കന്മാർക്ക്. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? പിന്നെ ഇനി ഈ ഒരു പെരുമാൾസിൻ്റെ പ്രത്യേകതയാണ് ഇവർക്കൊരു കൗൺസിൽ ഉണ്ടായിരുന്നു, സഭ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേരാണ് നാലുതാളി. ഇതൊക്കെ മലയാളത്തിലും ഇതേ സെയിം ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവരുടെ സഭയുടെ പേരാണെന്ത്? നാലുതാളി എന്ന് പറയുന്നത്, നാലുതാളി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരുടെ രാജാവിന് പകരമുള്ള അല്ലെങ്കിൽ രാജാവിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു, റെപ്രസെൻറ്റേറ്റീവ് അവർ വയ്ക്കും. ഓക്കെ, അങ്ങനെ രാജാവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആളിനെ പറയുന്ന പേരാണ് കോയിൽ അധികാരികൾ. കോയിൽ അധികാരികൾ എന്നോ അല്ലെങ്കിൽ അല കോയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. മിനിമം നിങ്ങൾ കോയിൽ അധികാരികൾ എന്തെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കട്ടെ. കോയിൽ എന്താണ്? അധികാരികൾ കേട്ടോ. ഞാനിവിടെ അധുകാരികൾ എന്ന മിസ്റ്റേക്ക് പറ്റിയതാണ്, അധികാരികൾ എന്നാണ് പറയുന്നത് കേട്ടോ. കോയിൽ അധികാരികൾ. ഓക്കെ, രാജാവിൻ്റെ പ്രതിനിധിയാണ് കോയിൽ അധികാരികൾ എന്ന് പറയപ്പെടുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഇവർക്കൊരു സൈന്യമുണ്ടായിരുന്നു, പെരുമാളന്മാർക്ക് സൈന്യം ഉണ്ടായിരുന്നു. ആ സൈന്യത്തിൻ്റെ പേരാണ് 1000. ഓക്കെ, 1000. ഓക്കെ, 1000 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പെരുമാൾസിനെ കുറിച്ച് ചോദിച്ചാൽ എഴുതി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. എന്താണ് പെരുമാളന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ മൊണാർക്കി ആയിരുന്നു പെരുമാൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തലസ്ഥാനം ക്യാപിറ്റലാണ് മഹോദയപുരം അല്ലെങ്കിൽ മഗോദെ. അത് വളരെ പ്രധാനമാണ്, വൺ വേർഡിനെങ്കിലും ചോദിക്കും കേട്ടോ. പിന്നെ ഇവർ രാജാവിനെ പറഞ്ഞിരുന്ന പേരുകളാണ് കോൺമൈ, പെരുമാൾ. ഇനിയും ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട്, നിങ്ങൾ ഇത്രയെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ രാജാവിന് ഇവർ വലിയ വലിയ ടൈറ്റിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് രാജശേഖര. അത് ഈ ടൈറ്റിൽസ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ രാജാവിനൊരു പേരുണ്ടാവുമല്ലോ, ആ പേരിനോടൊപ്പം തന്നെയായിരിക്കും ഈ ടൈറ്റിൽസ് കൂടി വരിക. ഓക്കെ, രാജശേഖര, കുലശേഖര എന്ന് പറയുന്ന വലിയ വലിയ പേരുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഇവർക്കൊരു കൗൺസിൽ, സഭയുണ്ടായിരുന്നു, നാലുതാളി എന്നറിയപ്പെടുന്നു. പിന്നെ രാജാവിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, പ്രതിനിധിയായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് കോയിൽ അധികാരികൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവരുടെ സൈന്യം, മിലീഷ്യയാണ് എന്ന് പറയുന്നത് 1000 എന്ന് പറയുന്നത്, സൈന്യമാണ് 1000 എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണേ. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് നാടു, എന്താണ് നാട്ടുടയവർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വൺ വേർഡിന് കണക്കാക്കി പറഞ്ഞുതരാം. അപ്പം നാടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ? പല പല ഊരുകൾ ചേർന്നിട്ടാണ് നാടുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, നമുക്കറിയാം കുറേ ഗ്രാമങ്ങൾ ചേർന്നാണ് ഊരുണ്ടാവുക. അപ്പോൾ കുറേ ഊരുകൾ ചേർന്നാണ് എന്ത് വരുന്നത്? നാട് വരുന്നത്. നമ്മൾ മലയാളത്തിൽ നാട് എന്ന് പറയില്ലേ? ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, നാട് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മിനിമം അത്രയൊന്ന് മനസ്സിലാക്കുക. പിന്നെ നാട്ടുടയവർ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ നാടിനും ഉണ്ടായിരുന്ന മുഖ്യന്മാരെയാണ് നാട്ടുടയവർ എന്ന് പറയുന്നത്. അതായത് ഓരോ നാടിനും എന്തുണ്ട്? ഒരു ചീഫ് ഉണ്ട്. ഓക്കെ, അയാളെയാണ് നാട്ടുടയവർ എന്ന് പറയുന്നത്. ഓക്കെ, നാട്ടുടയവർ എന്നോ അല്ലെങ്കിൽ വാളുമവർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നാട്ടുടയവർ എന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതിയാവും. പിന്നെ ഈ നാട്ടുടയവർക്ക് ഞാൻ ആ സെൻറ്റൻസ് വായിക്കാം. നാട്ടുടയവർ ഡയറക്ട്ലി കൺട്രോൾഡ് പ്രൈവറ്റ് ലാൻഡ്സ് കോൾഡ് ചേരിക്കൽ. അതായത് നാട്ടുടയവർമാർക്ക് അവർ നേരിട്ട് എന്തുണ്ടായിരുന്നു? പ്രൈവറ്റ് ലാൻഡ്സ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്വകാര്യ ഭൂമികളുടെ ഉടമസ്ഥരായിരുന്നു നാട്ടുടയവർ എന്ന് പറയുന്നത്. ആ സ്വകാര്യ ഭൂമികൾക്ക് പറയുന്ന അല്ലെങ്കിൽ ഭൂമിക്ക് പറയുന്ന പേരാണ് ചേരിക്കൽ എന്ന് പറയുന്നത് കേട്ടോ. അത് വൺ വേർഡിന് ചോദിക്കുന്നതാണ്. ഓക്കെ, ചേരിക്കൽ. ഓക്കെ, ചേരിക്കൽ അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പം ഞാൻ പറഞ്ഞു കുറേ ഊരുകൾ ചേർന്നാണ് നാടുണ്ടാവുക, അതാണ് നാടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാടിന് ഒരു ചീഫ്, ഒരു മുഖ്യൻ ഉണ്ടായിരിക്കും. അയാളെയാണ് നമ്മൾ എന്ത് പറയുക? നാട്ടുടയവർ എന്ന് പറയുന്നത്. ഈ നാട്ടുടയവർക്ക് ഒരു പ്രൈവറ്റ് ലാൻഡ്സിൻ്റെ കൺട്രോൾ നാട്ടുടയവരുടെ കയ്യിലുണ്ട് അല്ലേ? സ്വകാര്യ ഭൂമികളുടെ അവകാശമുണ്ട്. ആ സ്വകാര്യ ഭൂമിക്ക് പറയുന്നതാണ് ചേരിക്കൽ എന്ന് പറയുന്നത്. എൻ്റെ വോയിസ് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഹൈയും ലോയും ആയിട്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു വരുമ്പോൾ
എന്താണ് കുറച്ച് പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ചുമ വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും ഇറിറ്റേഷൻ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക. അത് ഈ ഒരു ചുമയുടെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. സോ നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. നോക്കൂ, അടുത്ത നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു 2 മാർക്കിൻ്റെ ചോദ്യമാണ് കച്ചം. ആ KACCAM എന്നിട്ടുള്ളത് കച്ചം എന്നാണ് കേട്ടോ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 1 വേർഡിനോ അല്ലെങ്കിൽ 2 മാർക്സിനോ ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ കച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് ചെയ്ത് കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ് കച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പെരുമാറ്റ ചട്ടങ്ങളാണ് കച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ അതിനെ അങ്ങനെയാണ് പറയുക, പെരുമാറ്റ ചട്ടങ്ങൾ. അതായത് വേറൊന്നുമല്ല, നമ്മുടെ അന്ന് ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളും ഊരുകളും ആൾക്കാരും എല്ലാവരും ഫോളോ ചെയ്ത് പോവേണ്ട കോഡ് ഓഫ് കണ്ടക്റ്റ് അല്ലെങ്കിൽ പെരുമാറ്റ ചട്ടങ്ങൾ. അതായത് നമുക്കറിയില്ല, ഇപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ രാജ്യത്ത് കുറേ കുറേ ഈ കോഡ് ഓഫ് കണ്ടക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, ഉണ്ടല്ലോ. അത് നമ്മളിങ്ങനെ പെരുമാറാൻ പാടുള്ളൂ എന്ന് പറയുന്ന കുറേ നിയമങ്ങൾ നമുക്കുണ്ടല്ലോ. അപ്പോൾ ആ രീതിക്കായിരുന്നു അന്ന് ഈ കച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ആൾക്കാർ പെരുമാറേണ്ട കുറേ ചട്ടങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു കച്ചം എന്ന് പറയുന്നത്. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, അന്ന് ഉണ്ടായിരുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കച്ചമായിരുന്നു മൂളിക്കളം കച്ചം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്, മൂളിക്കളം കച്ചം. മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കച്ചമായിരുന്നു ഏത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുമാറ്റ ചട്ടമായിരുന്നു ഏത്, മൂളിക്കളം കച്ചം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയും പലതരത്തിലുള്ള ടൈപ്സ് ഓഫ് ഇതുണ്ട്, കച്ചമുണ്ട്. ആൻഡ് ഇതിനകത്ത് പ്രത്യേകിച്ചും ഈ ഒരു കോഡ് ഓഫ് കണ്ടക്ട്സ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, പെരുമാറ്റ ചട്ടങ്ങൾ. ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അറിയോ? എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതിനുള്ള ശിക്ഷാരീതികൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ ഒരു സമൂഹം നല്ല രീതിയിൽ പോവേണ്ട, മീൻസ് ക്രമസമാധാനം നന്നായിട്ട് നിലനിർത്തി പോകാൻ ആവശ്യമുള്ള കുറേ ആൾക്കാർ ചെയ്യേണ്ട കുറേ പെരുമാറ്റ രീതികൾ, അത് തന്നെയാണ് ഈ കച്ചത്തിലൂടെ പറയുന്നത്. ഓക്കെ, 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതൊരു കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ് അല്ലെങ്കിൽ പെരുമാറ്റ ചട്ടമാണ്. അന്ന് നമ്മുടെ ടെമ്പിൾസ് ഊർസും ഒക്കെ ഫോളോ ചെയ്ത് പോവേണ്ട കുറേ പെരുമാറ്റ രീതികളാണ് കച്ചം. ആൻഡ് ഇതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കച്ചമാണ് മൂളിക്കളം കച്ചം. ഇത്രയും നിങ്ങൾ എഴുതിയാൽ മതി 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ടൈമിൽ. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എല്ലാവരും പഠിക്കേണ്ട ഒരു ചോദ്യമാണ് നാടുവാഴി സ്വരൂപം കേട്ടോ. അപ്പോൾ നാടുവാഴി സ്വരൂപം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ടസ് ആയിട്ട് ചോദിക്കാം, എങ്ങനെ വേണോ ചോദിക്കാം. സോ നമുക്ക് നോക്കാം. ആദ്യമേ സ്വരൂപം എന്താണെന്നുള്ളത് ഞാനൊന്ന് വായിക്കാം. സ്വരൂപം വാസ് ദ ഓട്ടോണമസ് റീജിയൻ കൺട്രോൾഡ് ബൈ ദ പവർഫുൾ മാട്രിലീനിയൽ ജോയിൻറ്റ് ഫാമിലീസ്. അതായത് വളരെ പവർഫുള്ളായിട്ടുള്ള മാട്രിലീനിയൽ ജോയിൻറ്റ് ഫാമിലീസ് അവർ നിയന്ത്രിച്ച് പോയിരുന്ന ഓട്ടോണമസ് റീജിയൻസിനെയാണ് സ്വരൂപം എന്ന് പറയുന്നത്. അതായത് വളരെ അധികാരമുള്ള മാതൃവംശീയ കൂട്ടുകുടുംബം. മാട്രിലീനിയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാതൃദായകമായിട്ടുള്ളതാണ് അല്ലേ, അമ്മയിൽ നിന്ന് മകളിലോട്ട് ആ രീതിയിൽ സ്ത്രീകൾക്ക് കുറച്ച് പവർ വരുന്ന ഒരു സിസ്റ്റമാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ അന്ന് വളരെ പവർഫുള്ളായിട്ടുള്ള ഈ മാട്രിലീനിയൽ ആയിട്ടുള്ള കൂട്ടുകുടുംബങ്ങൾ, ഓക്കെ, ജോയിൻറ്റ് ഫാമിലീസ് കൺട്രോൾ ചെയ്ത് പോയിരുന്ന കുറേ റീജിയൻസ്, കുറേ പ്രദേശങ്ങൾ, അതാണ് നമ്മൾ ഈ സ്വരൂപം എന്ന് പറയുന്നത്, നാടുവാഴി സ്വരൂപം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ മാട്രിലീനിയൽ ജോയിൻറ്റ് ഫാമിലീസ് എന്ന് പറയുന്നത് തന്നെയാണ് മരുമക്കത്തായ തറവാട് എന്ന് പറയുന്നത്. മരുമക്കത്തായൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സ്വരൂപം ചോദിക്കുന്ന സമയത്ത് എത്രയോ മാർക്കിന് ചോദിച്ചോട്ടെ, നമ്മൾ ആദ്യം ഈ ഒരു ഡെഫിനേഷൻ നിങ്ങളെന്ന് എഴുതി വയ്ക്കുക കേട്ടോ. ഓക്കെ, മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും. ഓക്കെ, ഓട്ടോണമസ് റീജിയൻ കൺട്രോൾഡ് ബൈ ദ പവർഫുൾ മാട്രിലീനിയൽ ജോയിൻറ്റ് ഫാമിലീസ്. മാതൃവംശീയ കൂട്ടുകുടുംബങ്ങൾ നിയന്ത്രിച്ചു പോയിരുന്ന സ്വയംഭരണാവകാശമുള്ള പ്രദേശങ്ങളെയായിരുന്നു സ്വരൂപം എന്ന് പറയുന്നത്. ജസ്റ്റ് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. മാട്രിലീനിയൽ ജോയിൻറ്റ് ഫാമിലീസ് നിയന്ത്രിച്ച് പോയിരുന്ന പ്രദേശങ്ങൾ, അതാണ് സ്വരൂപം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയോ? ഈ നാടുവാഴിയ സ്വരൂപങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ചെറിയ ചെറിയ പ്രദേശങ്ങളുണ്ടായിരുന്നുണ്ട്. ജസ്റ്റ് ഒരു പ്രദേശമല്ല, അതായത് കുറേ ടെറിറ്റോറിയൽ യൂണിറ്റ്സ് ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ കുഞ്ഞു പ്രദേശങ്ങളുണ്ടായിരുന്നു. അതിൻ്റെയും ഹെഡ് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ആര് തന്നെയാണ് ഈ ഒരു മാട്രിലീനിയൽ ജോയിൻറ്റ് ഫാമിലീസ് തന്നെയാണ്, മാതൃവംശീയ കൂട്ടുകുടുംബങ്ങൾ തന്നെയാണ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാട്രിലീനിയൽ ഹൗസ് ഹോൾഡിന് തന്നെ, അതായത് ഈ ഒരു മാട്രിലീനിയൽ കുടുംബങ്ങൾക്ക് തന്നെ അവരുടേതായിട്ടുള്ള രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള സ്ത്രീ വംശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് വ്യത്യസ്ത രീതിയിലുള്ള ഫീമെയിൽ ലീനേജുകളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് ഓരോ ഫാമിലീസിനും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ വ്യത്യസ്ത ടൈപ്പ് ഓഫ് ഈ ഒരു ഫീമെയിൽ ലീനേജുകളെയാണ് നമ്മൾ പറയുന്നത് തവഴി അല്ലെങ്കിൽ കുരു എന്ന് പറയുന്നത്. ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫാമിലീസിനും അവരുടേതായിട്ടുള്ള രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാട്രിലീനിയൽ ആയിട്ടുള്ള
എന്തുണ്ട്, ഫീമെയിൽ ലീനേജുകളുണ്ട്. സോ അതിനെയാണ് തവഴി അല്ലെങ്കിൽ കുരു എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു മാട്രിലീനിയൽ ഫാമിലിക്കകത്ത് അല്ലെങ്കിൽ അതായത് ഈ ഒരു സ്ത്രീ വംശങ്ങളാണ്, അതിനകത്ത് പുരുഷന്മാർ വരുന്നില്ല. അപ്പോൾ അതിനകത്ത് തന്നെ ഈ ഒരു സ്ത്രീകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും മുതിർന്ന ഒരു മെമ്പറിനെ അവരെന്താക്കും, ഈ ഒരു സ്വരൂപത്തിൻ്റെ ഹെഡാക്കി മാറ്റും. ഓക്കെ, നമുക്കിപ്പോൾ അറിയാമല്ലോ, നമ്മൾ ഈ പഴയ എന്താണ് ഈ തറവാട് വീടുകളിലൊക്കെ കാരണവർ എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതായത് അമ്മാവനൊക്കെ ആയിരിക്കുമല്ലോ കാരണവരായിട്ട് മാറുക. മീൻസ് ആ ഒരു ഫാമിലിയുടെ മുഴുവൻ ഒരു ചുമതലയുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്കല്ലേ നമ്മളത് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ എവിടെയും ഈ ഒരു മാട്രിലീനിയൽ ഫാമിലീസിനകത്ത് സ്ത്രീകളുടെ ആ ഒരു വംശത്തിൽ ഏറ്റവും മുതിർന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ മുതിർന്ന ഒരു മെമ്പർ ഈ ഒരു സ്വരൂപത്തിൻ്റെ ഹെഡായിട്ട് മാറും, സ്വരൂപങ്ങളുടെ തലവനായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രാക്ടീസിനെയാണ് നമ്മൾ കുരുവാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, അത് പറയാനാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പല വ്യത്യസ്തമായിട്ടുള്ള ഫീമെയിൽ ലീനേജുകളുണ്ട്, അതിനെയാണ് തവഴി അല്ലെങ്കിൽ കുരു എന്ന് പറയുന്നത്. ആ വംശങ്ങളിൽ തന്നെ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള മുതിർന്ന വ്യക്തിനെ അവർ ഹെഡാക്കും. എന്തിൻ്റെ ഹെഡ്? സ്വരൂപങ്ങളുടെ ഹെഡാക്കി മാറ്റും. അതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് കുരുവാഴ്ച എന്ന് പറയുന്നത്. ഈ വേർഡ്സ് ഒക്കെ അവിടെ മെൻഷൻ ചെയ്യണം കേട്ടോ, ഇതൊക്കെ ഷോർട്ടസിക്ക് വരുമ്പോൾ. പിന്നെ ഇവർ താമസിച്ചിരുന്ന റെസിഡൻഷ്യൽ പ്ലേസ് അല്ലെങ്കിൽ ഇവർ താമസിച്ചിരുന്ന സ്ഥലത്തെയാണ് കോവിലകങ്ങൾ എന്ന് പറയുന്നത്. കോവിലകം അല്ലെങ്കിൽ തന്നെ അതിനെ കൂളകം എന്നും പറയുന്നുണ്ട്. സോ കോവിലകം എന്ന് പറയുന്നത് എന്താണ്? ഇവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളെയാണ്. പിന്നെ ഈ സ്വരൂപങ്ങൾ പലതരത്തിലുള്ള സൈന്യങ്ങളെ ചെയ്തിട്ടുണ്ടായിരുന്നു, മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. മിലിറ്ററി ഉണ്ടായിരുന്നു, മിലീഷ്യ. ഓക്കെ, അപ്പോൾ അതിന് അവർ പല പേരുകളിൽ അറിയപ്പെട്ടു. ആ ഒരു അവരുടെ സൈന്യങ്ങളെ, അതായത് 1000 ഞാൻ 1000 എന്ന് എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല 10,000 പാട്ടമല നായർ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള പേരുകളിൽ ഈ ഒരു സൈന്യത്തെ അവർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇവരുടെ ഈ ഒരു സൈന്യത്തെ കേട്ടോ. 1000 എന്നുള്ളതെങ്കിലും നിങ്ങൾ മിനിമം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ട ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഫ്യൂച്ചറാണ്, സ്വരൂപങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അരിയിട്ടുവാഴ്ച. ഈ അരിയിട്ടുവാഴ്ച സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിക്കകത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് മെമ്പറിനെ, അതായത് ഏറ്റവും മുതിർന്ന ഒരു വ്യക്തിനെ ഇവർ എല്ലാത്തിൻ്റെയും ഹെഡാക്കി മാറ്റും. ഓക്കെ, എല്ലാത്തിൻ്റെയും തലവനാക്കി മാറ്റും. അപ്പോൾ അങ്ങനെ വെറുതെ അങ്ങ് മാറ്റുകയല്ല, പ്രഖ്യാപിക്കുകയൊന്നുമല്ല. എന്തുണ്ടായിരുന്നു, അത് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് സെറമണീസ് ഉണ്ടായിരുന്നു. അത് ഒരുപാട് അതിനെ പറയാം, ഒരുപാട് ഫങ്ഷൻസ് പോലെയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫംഗ്ഷനെയാണ് അവർ അരിയിട്ടുവാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു പട്ടാഭിഷേകം എന്ന് പറഞ്ഞിട്ടൊരു പഴയ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിനകത്ത് ജഗദീനെ ഇതുപോലെ അടുത്തൊരു ഹെഡാക്കി മാറ്റുമ്പോൾ ഒരു രാജാവിനെ പോലെയൊക്കെ ഒരു പാട്ടാണത് മൊത്തത്തിൽ, പട്ടാഭിഷേകം എന്ന് പറഞ്ഞിട്ട്. ആ ഒരു കാര്യം നിങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഈ അരിയിട്ടുവാഴ്ച എന്ന് പറയുമ്പോൾ സീനിയർ ആയിട്ടുള്ള ആളിനെ എല്ലാത്തിൻ്റെയും തലവനാക്കി മാറ്റുന്നുണ്ട്. അത് വെറുതെ അല്ല, ഒരുപാട് ഫംഗ്ഷനും ഒക്കെ ആഘോഷങ്ങളൊക്കെ ആയിട്ട് സെറമണീസൊക്കെ കണ്ടക്ട് ചെയ്തിട്ടാക്കുക. അതിനെയാണ് അരിയിട്ടുവാഴ്ച എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മുടെ സ്വരൂപത്തിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് സങ്കേതം എന്ന് പറയുന്നത്. ഓക്കെ, സങ്കേതം ഇത് രണ്ടും കൂടി ചേർത്തിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക. സ്വരൂപങ്ങളെ പറ്റിയും സങ്കേതങ്ങളെ പറ്റിയിട്ടും കുറിപ്പ് തയ്യാറാക്കൂ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. സോ സങ്കേതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റതുപോലെ അത്രയും ടഫല്ല കേട്ടോ, ഇത് കുറച്ചുകൂടി ഈസിയാണ്. ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സങ്കേതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസി ഓട്ടോണമസ് ടെറിട്ടറീസ് ആണ് ഈ ഒരു സങ്കേതം എന്ന് പറയുന്നത്. അതായത് കോസി ഓട്ടോണമസ് ടെറിട്ടറി കൺസിസ്റ്റിംഗ് ഓഫ് സെവറൽ വില്ലേജസ്. അതായത് പലതരത്തിലുള്ള ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന അർദ്ധ സ്വയംഭരണ പ്രദേശങ്ങളെയാണ് സങ്കേതം എന്ന് പറയുന്നത് കേട്ടോ. മലയാളത്തിൽ അങ്ങനെയാണ് പറയുക, പലതരത്തിലുള്ള ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന അർദ്ധ സ്വയംഭരണ പ്രദേശങ്ങൾ, അതിനെയാണ് സങ്കേതം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സംഭവം? ഓട്ടോണമസ് ആയിട്ടുള്ള ടെറിട്ടറിയാണ്, ഇതിനകത്ത് ഒരുപാട് വില്ലേജസ്, ഗ്രാമങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക, എങ്ങനെയെങ്കിലും അത് അവിടെ എഴുതുക കേട്ടോ. കുറേ ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന ആ ഒരു വേർഡ് അങ്ങനെ തന്നെ പഠിക്കുക, കോസി ഓട്ടോണമസ് ടെറിട്ടറി. ഓക്കെ, ആ ഒരു ടേം അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സങ്കേതം എന്ന് പറയുന്നത്. ഈ സങ്കേതം തന്നെ 2 തരത്തിലുണ്ടായിരുന്നു, 2 kinds ഓഫ് സങ്കേതം ഉണ്ട്. എങ്ങനെയാണെന്നറിയോ? ഒന്ന്, ബ്രാഹ്മിൻസ് ലാൻഡ് ഹോൾഡേഴ്സ് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന സങ്കേതങ്ങളുണ്ട്. അതായത് ബ്രാഹ്മണർ അല്ലേ, ബ്രാഹ്മിൻസ് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു നേതൃത്വത്തിൽ കൊണ്ടുപോകുന്ന സങ്കേതങ്ങളുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂളേഴ്സ് ഉണ്ടല്ലോ, ഭരണാധികാരികളുണ്ടല്ലോ. അപ്പോൾ റൂളേഴ്സ് കൺട്രോൾ ചെയ്ത് പോകുന്ന സങ്കേതങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് സങ്കേതങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഒന്ന് ബ്രാഹ്മിൻസ് കൊണ്ടുപോകുന്നത്, 2 റൂളേഴ്സ് കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി സങ്കേതം എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി ഒരു പ്രദേശം അല്ലേ. അപ്പോൾ ഈ സങ്കേതം എന്ന് പറയുന്ന
ഈ ഒരു പ്രദേശത്തിൽ എവിടെ ഭരണം ചെയ്തു പോയത് അല്ലെങ്കിൽ ഇതിനെ ഭരിച്ചു പോയത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ബ്രാഹ്മിൻസിൻ്റെ ഒരു സഭയായിരുന്നു. ഓക്കെ, ബ്രാഹ്മണന്മാരുടെ ഒരു സഭയായിരുന്നു, ഒരു അസംബ്ലി ആയിരുന്നു ഈ ഒരു സങ്കേതങ്ങളെ ഭരിച്ചു പോയിട്ടുണ്ടായിരുന്നു, ഗവേൺ ചെയ്തത്. ആ സഭയ്ക്ക് പറയുന്ന പേരാണ് യോഗം എന്ന് പറയുന്നത്. ഓക്കെ, യോഗം. അത് നമുക്ക് എല്ലാവർക്കും ഓർക്കാൻ പറ്റുന്ന ഒരു വേർഡാണല്ലോ യോഗം എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വൺ വേർഡായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ സങ്കേതങ്ങളെ ഗവേൺ ചെയ്യുന്ന ഒരു അസംബ്ലി ഓഫ് ബ്രാഹ്മണന്മാരുടെ ഒരു സഭ, അതിനെയാണ് എന്തെന്ന് പറയുന്നത് യോഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചങ്ങാത്തം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ലോക്കൽ മാർഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, സങ്കേതത്തിന് മീൻസ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ മാർഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റേ ഈ സൈന്യം പോലെയുള്ള അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഈ സെക്യൂരിറ്റീസ് പോലുള്ള ആൾക്കാരാണ് കേട്ടോ. മാർഷ്യൽ ഗ്രൂപ്പ്സ് ബേസിക്കലി സൈന്യം പോലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിനെയാണ്, ആ ഒരു ഗ്രൂപ്പിനെയാണ് ചങ്ങാത്തം എന്ന് പറയുന്നത്. അത് നമുക്ക് ഓർക്കാൻ പറ്റുന്ന വേർഡല്ലേ ചങ്ങാത്തം. ഓക്കെ, അപ്പോൾ എന്താണ്, സങ്കേതത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അവർ നിയമിച്ച ഗ്രൂപ്പിനെയാണ് ചങ്ങാത്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെറുതെ ആരും പ്രൊട്ടക്ഷൻ കൊടുക്കത്തില്ല, ഇവർക്ക് എന്ത് കൊടുക്കും, തിരിച്ചൊരു റിവാർഡ് കൂടി കൊടുക്കും. ഓക്കെ, അതായത് തിരിച്ചൊരു പ്രതിഫലം കൂടി കൊടുക്കാറുണ്ട്. അതിനെയാണ് കാവൽപ്പണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം, എളുപ്പമാണ്. സങ്കേതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസി ഓട്ടോണമസ് ടെറിട്ടറി കൺസിസ്റ്റിംഗ് ഓഫ് സെവറൽ വില്ലേജസ്, അതായത് എന്താണ്, കുറേ ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശം. ഓക്കെ, അർത്ഥ സ്വയംഭരണ അവകാശമുള്ള ഒരു പ്രദേശമാണ് സങ്കേതം എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഓഫ് സങ്കേതങ്ങളുണ്ട്. ഒന്ന് എന്താണ്, ബ്രാഹ്മിൻ ലാൻഡ് ഹോൾഡേഴ്സ് കൊണ്ടുപോകുന്ന സങ്കേതമുണ്ട്. 2 റൂളേഴ്സ്, ഭരണാധികാരികൾ കൊണ്ടുപോകുന്ന സങ്കേതമുണ്ട്. അടുത്ത് പറഞ്ഞത് യോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സങ്കേതത്തിൽ സങ്കേതത്തെ ഗവേൺ ചെയ്യുന്ന ഒരു അസംബ്ലി ഓഫ് ബ്രാഹ്മണന്മാരുടെ ഒരു സഭ, അതിനെയാണ് യോഗം എന്ന് പറയുന്നത്. ദെൻ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഗ്രൂപ്പിനെയാണ് ചങ്ങാത്തം എന്ന് പറയുന്നത്. ഈ ചങ്ങാത്തം പ്രൊട്ടക്ഷൻ തരുന്നത് കൊണ്ട് തന്നെ തിരിച്ചവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് കാവൽപ്പണം എന്ന് പറയുന്നത് കേട്ടോ. കാവൽപ്പണം എന്നും പറയാം, രക്ഷാഭോഗം എന്നുകൂടി ടെക്സ്റ്റ് ബുക്കിൽ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാവൽപ്പണം അല്ലെങ്കിൽ രക്ഷാഭോഗം എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ സങ്കേതം റിലേറ്റ് ചെയ്തിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാർത്താണ്ഡവർമ്മ കേട്ടോ. അപ്പോൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാവൻകൂറിൻ്റെ ഭരണാധികാരിയായിരുന്നു അല്ലേ. അപ്പോൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുമ്പോൾ ഫൗണ്ടർ ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്നാണ് അറിയപ്പെടുന്നത്. വളരെ പ്രധാനമാണ്, വൺ വേർഡിന് ചോദിക്കുന്നതാണ്. ഫൗണ്ടർ ഓഫ് മോഡേൺ ട്രാവൻകൂർ ആരാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ മലയാളത്തിൽ എന്ത് പറയാം, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി ആണ് ആരെന്ന് പറയുന്നത്, മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അത് മനസ്സിൽ പതിപ്പിക്കുക. മോഡേൺ ട്രാവൻകൂറിൻ്റെ ഫൗണ്ടറാണ് ആര്, മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ്. ഇനി നമുക്ക് ഡീറ്റെയിലോട്ട് പോകാം. എവിടെ മാർത്താണ്ഡവർമ്മ ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്, അതായത് ലാൻഡ് ഉണ്ടല്ലോ, ഭൂമി. ഓക്കെ, അപ്പോൾ ഈ ഭൂമിയെല്ലാം കൃത്യമായിട്ട് അളന്ന് ചിട്ടപ്പെടുത്തി നികുതി നിശ്ചയിച്ചു. ഓക്കെ, ഇതിനെയാണ് കണ്ടെഴുത്ത് എന്ന് പറയുന്നത്. വളരെ പ്രധാനമാണ് കണ്ടെഴുത്ത്. ഓക്കെ, അപ്പോൾ കണ്ടെഴുത്ത് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നോക്കി അളന്ന് നികുതി ഏർപ്പെടുത്തി, അതിനെയാണ് കണ്ടെഴുത്ത് എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ട് ഒരു ലാൻഡ് സർവേ ഒക്കെ നടത്തി നിരീക്ഷിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്തത്, ആ ഒരു സിസ്റ്റമൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. ലാൻഡ് കൃത്യമായിട്ട് പോയി അവർ അളന്ന് നോക്കി സർവേ നടത്തി എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഈ സർവേക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് മല്ലൻ ശങ്കരൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ, നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ ഒരു സ്പെഷ്യൽ ഓഫീസറായിരുന്നു കേട്ടോ മല്ലൻ ശങ്കരൻ. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മല്ലൻ ശങ്കരനും പ്രധാനപ്പെട്ട ഒരു വൺ വേർഡാണ്, നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. സോ മല്ലൻ ശങ്കരൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സർവേയും മറ്റും കാര്യങ്ങളൊക്കെ നടന്നത്. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനമായിട്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർത്താണ്ഡവർമ്മയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പുതിയ സിസ്റ്റമൊക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ഇദ്ദേഹം നടത്തിയൊരു വളരെ വലിയൊരു കാര്യമായിരുന്നു തൃപ്പടിദാനം. അപ്പോൾ തൃപ്പടിദാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സകലമാന സ്വത്തുക്കളും പ്രോപ്പർട്ടീസും എല്ലാം നമ്മുടെ പത്മനാഭൻ എന്ത് ചെയ്തു, സമർപ്പിച്ചു. നമുക്കറിയാം എന്താണ് മീൻസ് ദൈവമാണല്ലോ, ഈശ്വരനാണല്ലോ. അപ്പോൾ പത്മനാഭൻ്റെ പേരിൽ എന്ത് ചെയ്തു, എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചു. ഓക്കെ, എന്നിട്ട് ഇദ്ദേഹം സ്വന്തം അറിയപ്പെട്ട പേരാണ്, അല്ലെങ്കിൽ സ്വന്തം സ്വീകരിച്ചൊരു ടൈറ്റിലായിരുന്നു ശ്രീ പത്മനാഭദാസ. ഓക്കെ, പത്മനാഭൻ്റെ ദാസൻ എന്നുള്ള നിലയ്ക്ക് കേട്ടോ, ശ്രീ പത്മനാഭദാസ എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ഒരു ടൈറ്റിൽ സ്വീകരിക്കുകയും ചെയ്തു. അതായത് ഉള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു, ആ ദൈവത്തിന് അർപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അതാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്ത് വെച്ചേക്കണേ. പിന്നെ ഇദ്ദേഹം ഈ മൊത്തം രാജ്യത്തെ പലതരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഒരുപാട് ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ഉണ്ടാക്കി, കുറേ വില്ലേജുകളായിട്ട് തരംതിരിച്ചു. ഇതിനെയാണ് മണ്ഡപത്തും വാതുക്കൽ എന്ന് പറയുന്നത്. അതും പ്രധാനമാണ്, മണ്ഡപത്തും വാതുക്കൽ എന്നാണ് പറയുക കേട്ടോ.
വില്ലേജുകളായിട്ട് തരംതിരിച്ചത്. ഓക്കെ, പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് പതിവ് കണക്ക്. പതിവ് കണക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്ന ബജറ്റ്, അതായത് എന്താണ് ആനുവൽ ബജറ്റ് ഉണ്ടല്ലോ, വാർഷിക ബജറ്റ് ഉണ്ടല്ലോ, ആ ഒരു ബജറ്റിനെ പറയുന്നതാണ് ഈ ഒരു മീൻസ് ബജറ്റ് അവതരിപ്പിക്കുന്ന ആ ഒരു സിസ്റ്റത്തെ പറയുന്ന പേരാണ് പതിവ് കണക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ രാജ്യത്തായാലും എന്താണ് ആനുവൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാറുണ്ടല്ലോ, അതേപോലെ ഒരു സിസ്റ്റം, അതിനെ പതിവ് കണക്കെന്ന് വിളിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ ഇദ്ദേഹത്തിനും എന്തുണ്ടായിരുന്നു, ഒരു ആർമി, ഒരു സൈന്യമൊക്കെ ഉണ്ടായിരുന്നു. രാജാക്കന്മാർക്ക് ഉറപ്പായിട്ട് സൈന്യം ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിനും ഒരു ആർമി ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഈ ആർമിക്കാർക്ക് എന്താണ് ഇവർക്ക് ടാക്സിൽ കുറച്ച് ഇളവൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ടാക്സ് കൺസെഷൻ കൊടുത്തു. ഓക്കെ, അതായത് ഈ എന്താണ് അവിടുത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈന്യത്തിലെടുക്കുന്ന മിക്ക പട്ടാളക്കാരും എന്ന് പറയുന്നത് എന്താണ്, അവരൊക്കെ സാധാരണയായിട്ട് നടന്ന സാധാരണ മനുഷ്യന്മാരായിരുന്നു കേട്ടോ. അത് സാധാരണ എന്താണ് ജീവിതം നയിച്ച അല്ലെങ്കിൽ കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന അത്തരത്തിലുള്ള ആൾക്കാരെയാണ് സൈന്യത്തിലെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് നികുതി ഇളവും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നികുതി ഇളവിനെ നമ്മൾ പറയുന്ന പേരാണ് ഇരയിളി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് മലയാളത്തിലും പറയുക. സോ ഏറ്റവും ലാസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇരയിളി. ഓക്കെ, ഇരയിളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത്തരത്തിൽ ഈ ആർമിയിലുള്ള ആൾക്കാർക്ക് ടാക്സ് കൺസെഷൻ, അതായത് നികുതി ഇളവ് കൊടുത്തിരുന്നു, അതിനെയാണ് ഇരയിളി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാർത്താണ്ഡവർമ്മ റിലേറ്റ് ചെയ്തിട്ട് നോക്കി വെച്ചേക്കുക. ഫൗണ്ടർ ഓഫ് മോഡേൺ ട്രാവൻകൂറാണ്. കണ്ടെഴുത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, അദ്ദേഹം ഭൂമിയെ കൃത്യമായിട്ട് സർവേ ഒക്കെ എടുത്ത് നികുതിയൊക്കെ ഏർപ്പെടുത്തി ആ ഒരു സിസ്റ്റമാണ് കണ്ടെഴുത്ത്. ആൻഡ് അതിൻ്റെ നേതൃത്വം കൊടുത്തത് ആർക്കാണ്, മല്ലൻ ശങ്കരൻ്റെ നേതൃത്വത്തിലാണ് അതെല്ലാം നടന്നത്. തൃപ്പടിദാനം എല്ലാ സ്വത്തുഭാഗങ്ങളും പത്മനാഭന് സ്വാമിക്ക് എന്ത് ചെയ്തു സമർപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മണ്ഡപത്തും വാതുക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഗ്രാമങ്ങളായിട്ട് രാജ്യത്ത് ഡിവൈഡ് ചെയ്തു, അതാണ് മണ്ഡപത്തും വാതുക്കൽ. പതിവ് കണക്ക് അദ്ദേഹത്തിൻ്റെ ബജറ്റാണ്, ആനുവൽ ബജറ്റാണ്. പിന്നെ ഇരയിളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് കൺസെഷൻ ആയിരുന്നു, നികുതി ഇളവാണ് സോൾജേഴ്സിന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ള് നിങ്ങൾ പഠിച്ച് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ മാർത്താണ്ഡവർമ്മ റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ. ഷോർട്ടേഴ്സേക്ക് ചോദിച്ച് ഇതെല്ലാം എഴുതേണ്ടതാണ്. പിന്നെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓനിത് എന്തുട്ടാ പറയുന്നതെന്നുള്ളത് നിങ്ങൾക്ക് തോന്നിപ്പോവും. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ച് നോക്കൂ. പറ്റുന്ന പോലെ ഈ ഒരു വേർഡ്സൊക്കെ പറ്റുന്ന പോലെ നിങ്ങൾ പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇനി ഈ ഒരു വലിയ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഒരു ടോപ്പിക്കാണ് കേട്ടോ ഇത്. അതായത് ശക്തൻ തമ്പുരാൻ, കൊച്ചിയിലെ ഭരണാധികാരിയായിരുന്നു ആര്, ശക്തൻ തമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ ഈസിയാണ് കേട്ടോ. കാരണം അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു കണ്ടെഴുത്ത്. എന്തായിരുന്നു കണ്ടെഴുത്ത്? കൃത്യമായിട്ട് ലാൻഡ് പോയി നോക്കി, അല്ലെ കണ്ണുകൊണ്ട് നോക്കി സർവേ ഒക്കെ എടുത്ത് എന്താണ് ആ ഒരു സിസ്റ്റം ആയിരുന്നു കണ്ടെഴുത്ത് എന്ന് പറയുന്നത്. പക്ഷേ എവിടെ ശക്തൻ തമ്പുരാൻ നേരെ ഓപ്പോസിറ്റായിട്ട് കൊണ്ടുവന്ന സംഭവമാണ് കേട്ടെഴുത്ത്. അതായത് എന്തായിരിക്കും, ഈ ലാൻഡ് സർവേ തന്നെയാണ് എവിടെയും കൊണ്ടുവന്നത്. പക്ഷേ അവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പലതരത്തിലുള്ള ഡിസ്കഷൻസിലൂടെയും ഓറൽ എൻക്വയറീസിലൂടെയും ഒക്കെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടായിരുന്നു അവർ ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കേട്ട് മനസ്സിലാക്കി ആ ഒരു സർവേ എടുത്തു. ഓക്കെ, ലാൻഡ് അളന്ന് നോക്കി. ഓക്കെ, അതാണ് ഈ ഒരു കേട്ടെഴുത്ത് എന്ന് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ മാർത്താണ്ഡവർമ്മയുടെ കാര്യത്തിൽ പറഞ്ഞതായിരുന്നു മണ്ഡപത്തും വാതുക്കൽ. എന്തായിരുന്നു, രാജ്യത്തെ മുഴുവൻ വലിയ കുറേ ഗ്രാമങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എവിടെ വരുമ്പോൾ അത് കോവിലകത്തും വാതുക്കൽ എന്നറിയപ്പെടുക. പക്ഷേ ഇവിടെ സ്റ്റേറ്റിന് എന്താക്കിയിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് ലാർജർ റവന്യൂ യൂണിറ്റ്സ്. ഓക്കെ, സ്റ്റേറ്റ് മുഴുവനായിട്ടും വലിയ വലിയ റവന്യൂ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അതിനെയാണ് കോവിലകത്തും വാതുക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കേട്ടെഴുത്തും ഓർത്തിരിക്കുക. പിന്നെന്താണ്, കോവിലകത്തും വാതുക്കൽ, അതായത് സ്റ്റേറ്റിനെ മുഴുവനായിട്ടും വലിയ വലിയ റവന്യൂ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരമൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. അല്ലേ, തൃശ്ശൂർ പൂരം ആരംഭിച്ച ശക്തൻ തമ്പുരാനായിരുന്നു. ഓക്കെ എടാ, പിന്നെ ഇത് കഴിഞ്ഞാൽ ഒരു വൺ വേർഡ് കൂടി ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഞാനത് എഴുതിയിട്ടില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്കിതിനകത്ത് പഠിക്കാനുള്ളൊരു സംഭവമാണ് കുളച്ചൽ യുദ്ധം, ബാറ്റിൽ ഓഫ് കുളച്ചൽ എന്ന് പറയുന്നത്. സോ കുളച്ചൽ യുദ്ധത്തിലാണ് നമ്മുടെ ഡച്ചുകാരെ എന്ത് ചെയ്യുന്നത്, പരാജയപ്പെടുത്തുന്നത്. മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു വിദേശ ശക്തി നമ്മുടെ ഇവിടെ പരാജയപ്പെടുന്നത് കേട്ടോ. അത് ഈ കുളച്ചൽ യുദ്ധത്തിലൂടെയാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. വൺ വേർഡായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. സോ അത് മാത്രമല്ല, ആ ഒരു ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിന് ശേഷം ഒരുപാട് ഡച്ചുകാരെ രാജാവ് പിടിച്ചു വെക്കുകയുണ്ടായി. ഓക്കെ, അതിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഡിലനോയ് എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ. ഓക്കെ, ക്യാപ്റ്റൻ ഡിലനോയ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെയും ഈ ഒരു കുറ്റവാളികളോടൊപ്പം എന്താക്കിയിട്ടുണ്ടായിരുന്നു, പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അഥവാ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റണമെന്നുള്ള രീതിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. വലിയൊരു ചാപ്റ്ററാണ്. ഇനിയും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ വെയിറ്റേജ് കുറവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഈ ഒരു പോർഷൻസിൽ നിന്നൊക്കെ തന്നെയാണ്
മുൻവർഷങ്ങളിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് ക്വസ്റ്റ്യൻസൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാക്സിമം പറയാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് പറയുകയാണെങ്കിലും ഈ ഒരു ചാപ്റ്റർ ഒന്നും ഇതുവരെ ഒന്നും തുറന്ന് നോക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ ആദ്യത്തിലോട്ടുള്ള, അതായത് ഫസ്റ്റ് മുതലുള്ള ചാപ്റ്റേഴ്സ് ഇല്ലേ, ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് വരുന്ന, അതൊക്കെ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. കാരണം അതിൽ നിന്നൊക്കെയാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് ഒരിക്കലും ചോദിക്കാണ്ടൊന്നും ഇരിക്കില്ല, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ വെയിറ്റേജ് കുറവാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഇപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിട്ടെങ്കിലും പോവുക. ഓക്കെ, ഫുള്ളായിട്ട്. ഓക്കെ, അതൊന്നും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ബാക്കി ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു ചാപ്റ്റർ വെച്ചിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ടായിരിക്കും. സോ അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് യൂസ്ഫുൾ ആവട്ടെ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ഹൈപ്പ് തരാനും നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഹിസ്റ്ററി പബ്ലിക് എക്സാം റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒട്ടുമിക്ക സംഗതികളും അതിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ ക്രോണോളജി, മാപ്പ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. സോ അതുകൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ.